നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ടയ്ക്ക് വില കൂടുന്നത് 2 മാസം മാത്രം. കാരണം നമ്മൾ വിചാരിക്കുന്നതൊന്നുമല്ല, സംതിങ് സ്പെഷ്യൽ. മുട്ട വില മുകളിലേക്ക് ഉയരുകയാണ്. ഉടനൊന്നും ഇത് താഴേക്ക് വരാനിടയില്ല എന്നാണ് വിപണിയിലെ സൂചന. അഥവാ വില താഴേക്ക് വരുന്ന ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിലും അത് പരിമിതമായിരിക്കും എന്ന് വിപണി വിദഗ്ധർ പറയുന്നു. എന്തുകൊണ്ടാണ് മുട്ട വില ഉയരാൻ കാരണം? പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത്. കേരളത്തിൽ ഒരു വെള്ളമുട്ടയ്ക്ക് 7 രൂപ 50 പൈസയ്ക്ക് മുകളിലാണ് വില. ചിലയിടങ്ങളിൽ 8 രൂപയും വാങ്ങുന്നുണ്ട്. ക്രിസ്തുമസ് കാലമായതിനാൽ മുട്ടയ്ക്ക് ഡിമാൻഡ് ഏറെയാണ്. അതുകൊണ്ടാണ് വില കൂടുന്നത് എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. എന്നാൽ ഇതൊന്നുമല്ല കാരണം. ഇന്ത്യയിൽ സാധാരണ മുട്ടയുടെ ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത് ഡിസംബർ ജനുവരി മാസത്തിലാണ്. ഈ സമയത്തെ കാലാവസ്ഥയാണ് ഇതിന് പ്രധാന കാരണം. പൊതുവെ ഈ സമയങ്ങളിൽ തണുപ്പ് കൂടുതലായിരിക്കും. അതിനാൽ തന്നെ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ആവശ്യം. ഇത് മനസ്സിലാക്കി ഹോട്ടലുകൾ, സ്കൂൾ, കോളേജ്, ഹോസ്റ്റലുകൾ, വഴിയോര ഭക്ഷണശാലകൾ, വീടുകൾ തുടങ്ങിയിടങ്ങളിൽ മുട്ട കൂടുതൽ വാങ്ങിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നു. ആവശ്യം കൂടുന്നതോടെ വില കൂടുന്നത് സ്വാഭാവികം. ക്രിസ്തുമസ് കാലത്ത് ഡിമാൻഡ് മാത്രമാണെങ്കിൽ അത് കഴിയുമ്പോൾ വില കുറയേണ്ടതാണ്. എന്നാൽ ഫെബ്രുവരിയോടെ മാത്രമേ വില കുറയൂ. ഇതിനിടെ ചിലപ്പോൾ വില വീണ്ടും കൂടുകയും ചെയ്യും. കോഴിത്തീറ്റയുടെ വിലയും മുട്ട വിലയെ നിയന്ത്രിക്കുന്നു എന്നാണ് കർഷകരും വ്യാപാരികളും ചൂണ്ടിക്കാണിക്കുന്നത്. കോഴിത്തീറ്റയുടെ 2 പ്രധാന ഘടകങ്ങളാണ് ചോളവും സോയാബീനും. ഇന്ത്യയിൽ ഇവ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം, കയറ്റുമതി ഡിമാൻഡ്, ഉയർന്ന ഉൽപ്പാദന ചെലവ് എന്നിവ മൂലം ഇവയുടെ വില കാര്യമായി ഉയർന്നിട്ടുണ്ട്. അതിനാൽ ഇവ ഉപയോഗിച്ചുണ്ടാക്കുന്ന കോഴിത്തീറ്റയുടെ വിലയും കൂടി. കോഴിത്തീറ്റ വില കൂടിയപ്പോൾ മുട്ടയുടെ വിലയും കൂടി. കോഴി കർഷകൻ്റെ ചെലവിൻ്റെ 60% തീറ്റയ്ക്ക് വേണ്ടിയാണ്. അതിനാൽ മുട്ട വില ഉയർന്നുകൊണ്ടേയിരിക്കും. ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് മുട്ട വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ചെലവ് കൂടിയിട്ടുണ്ട്. ഇതും വില കൂടലിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാരണങ്ങൾ പലതായതിനാൽ ഇത്തവണ ഫെബ്രുവരി കഴിഞ്ഞാലും മുട്ട വിലയിൽ വലിയ കുറവൊന്നും ഉണ്ടാകാനിടയില്ല. അപ്പോൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തൂ. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.